പല രീതിയിലാണല്ലോ. ഇടതുപക്ഷം നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് BJP-ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയും, BJP ശക്തമല്ലാത്ത സ്ഥലത്ത് വന്ന് മത്സരിക്കുകയും ചെയ്തു. രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചാൽ വയനാട്ടിനെ വിട്ടിട്ടുണ്ട്. ഈ രണ്ട് പ്രചാരണം വ്യാപകമായിട്ട് BJP-ക്കെതിരായി മത്സരിക്കുന്നുണ്ടല്ലോ. അവരിന് BJP-യെ പ്രധാനമായി പ്രതിരോധിക്കുന്നത് CPM അല്ല, കോൺഗ്രസ്സാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെയാണ് BJP-ക്കെതിരായി പോരാടുന്നത്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്ത് കേരളത്തിന് മത്സരിച്ചുകൂടാ എന്നില്ല. അത് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. എല്ലാ സ്ഥലത്തും ഈ രീതിയിലുള്ള മത്സരമുണ്ട്. കേരളത്തിലായിട്ട് അതിലൊരു പുതുമയില്ല. അടുത്ത 5 വർഷം വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അല്ല, അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിൽ കൈവന്നിരിക്കുന്നത്. നമ്മളതിലൊക്കെ സന്തോഷിക്കുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് അതിന് സന്തോഷിക്കുന്നു. ഇതിനു മുമ്പേ എടുത്ത തങ്ങളടക്കം എല്ലാവർക്കും വളരെ ചരിതാർത്ഥ്യമുണ്ട്. ജയിച്ച ശേഷം വയനാട്ടിൽ പോകരുത് ഒരു ആഗ്രഹം നമുക്കുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് ഇനി ചർച്ച ചെയ്യാൻ സമയമുണ്ടല്ലോ. ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട തിരക്കിലാണ് ഞങ്ങളത്. എല്ലാ സംസ്ഥാനങ്ങളിലും, സഖ്യമില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ മത്സരമുണ്ടല്ലോ. അതിൽ പുതുമയൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം എന്നുള്ളതാണ് പ്രാക്ടിക്കൽ എന്ന് അവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള സഖ്യ ഇന്ത്യ രാജ്യത്ത് പല കാരണങ്ങളാൽ അവർ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അത് കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യമാണ്. അവിടെ ഓൾ ഇന്ത്യ സെക്രട്ടറി തന്നെ അക്കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തി തന്നെ ഈ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ഹിസ്റ്ററിയിൽ ഇതൊരു പ്രത്യേക സാഹചര്യമാണല്ലോ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുഹൂർത്തം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ലല്ലോ. കർണാടകയിലുണ്ടായി, അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള അവസരങ്ങൾ ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടായി. കേരളത്തിന് ഇങ്ങനൊരവസരം ഉണ്ടായിട്ടില്ല. ഒരു ഭാവി പ്രധാനമന്ത്രിയെ കൊടുക്കാൻ കേരളത്തിന് ഒരവസരം വരികയാണ്. തെരഞ്ഞെടുപ്പിൽ അനുകൂലാവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും അത് സാധിക്കും. ഏത് ഞങ്ങൾ ആദ്യം തന്നെ കേരളത്തിൽ UDF ക്ലീൻ സ്വീപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പുറത്ത് ഈ അഡ്വാൻറ്റേജ് കൂടി വന്നു. ഇനി ഒരു ക്ലീൻ സ്വീപ്പ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അനുകൂലാവസ്ഥ അതാണല്ലോ കോൺഗ്രസിനും അതുപോലെ ഞങ്ങൾക്കൊക്കെ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ ധൈര്യം തരുന്നതിൻ്റെ കാരണം അതാണ്. വളരെ അനുകൂലമായ ഒരവസ്ഥ ഉള്ളതാണ് കാരണം. ഇപ്പോൾ ഇതുകൂടി വരുമ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ മതേതര മുഖത്തെ രാഹുൽജി റെപ്രസെൻ്റ് ചെയ്യും. ആ വ്യക്തി തന്നെ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായി സ്റ്റേറ്റ് മുഴുവൻ ഉണരും. ഈ ഒരു തീരുമാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എത്രമാത്രം ഇനി തീരുമാനം വൈകരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ തീരുമാനമാണ്. അതായത് ഇന്നലെ തങ്ങൾ പറഞ്ഞു, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായി. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങളുടെ വികാരം മാനിച്ചിരിക്കുന്നു. കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരു വികാരമാണ് രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളത്. അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറഞ്ഞ ഒന്നിനും ജനങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൂടി കണക്കിലെടുത്താണ് ഇനി വൈകണ്ട എന്ന് ഇന്നലെ തങ്ങൾ പറഞ്ഞത്. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ പോയ സമയമൊക്കെ മേക്കപ്പ് ചെയ്യാൻ യാതൊരു പ്രോബ്ലമില്ല. കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധിയാണല്ലോ. അതുകൊണ്ട് തന്നെ സമയം ഒരു പ്രശ്നമല്ല. ഇഷ്ടം പോലെ കിടക്കുകയാണ് സമയം. എല്ലാം വളരെ സമാധാനപരമായിട്ട് പ്ലാൻ ചെയ്ത് പോയാൽ മതി. ഒരു കുഴപ്പമില്ല. ലീഗ് ഇന്നലെ ആവശ്യം അറിയിച്ചത് അംഗീകരിക്കപ്പെട്ടുവല്ലോ. എത്രമാത്രം തൃപ്തിയുള്ളത്? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടോ. വളരെ സന്തോഷമുണ്ട്. ഒരു സന്തോഷ മുഹൂർത്തം എന്നുള്ള നിലക്കാണ് ഞാനല്ല, പാർട്ടി അണികൾ മുഴുവൻ ഇതിനെ കാണുന്നത് ഒരു സന്തോഷ മുഹൂർത്തം എന്നുള്ള നിലക്കാണ്. ഞാനതാ പറഞ്ഞത്. ഇന്നലെ ഈ വികാരം ഇനി ജനങ്ങൾക്ക് നീണ്ടുപോകുന്നത് ഇഷ്ടമല്ല. പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വേണം എന്നുള്ള നിലക്കാണ് ഹൈദരലി തങ്ങൾ ഇന്നലെ ലീഡേഴ്സിന് മെസ്സേജ് കൊടുത്തത്. അപ്പോൾ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ലീഗ് അണികൾ ആ കൂട്ടത്തിലുണ്ട്. കോൺഗ്രസ്, അതുപോലെ ലീഗ് അണികൾ, മറ്റു ഘടകകക്ഷികൾ, രാഷ്ട്രീയമില്ലാതെ ഒരുപാട് ആളുകൾ
ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വരണം. ഭാവി പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി അതിനേക്കാൾ കൂടുതൽ ഭാവി പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ് എന്ന പദവിയാണ് കേരളത്തിന് കിട്ടാൻ പോകുന്നത്, വയനാടിന് കിട്ടാൻ പോകുന്നത്. അതിൽ കുറഞ്ഞ കാര്യം ആരാഗ്രഹിക്കും? അതുകൊണ്ട് കേരളീയർക്ക് മൊത്തം ഗുണമുണ്ടാകും.